എല്ലാ കൂട്ടുകാർക്കും ക്രിപ്റ്റോകറൻസിയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഡൗട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഗൂഗിൾ പേ വഴി ക്രിപ്റ്റോയിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ എക്സ്ചേഞ്ച് ആയിട്ടുള്ള CoinDCXൽ ഗൂഗിൾ പേ വഴി പേ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഈസി ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് CoinDCX എന്ന് പറഞ്ഞ ഇന്ത്യൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ്. അതിനകത്ത് ഏറ്റവും താഴെ റൈറ്റ് എൻഡിൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാണ്ട് ആ പൈസയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആഡ് ഫണ്ട്സ് എന്ന് വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് ആ ഒരു ഇൻ്റർഫേസ് ലോഡായിട്ട് വരും. ഇവിടെയാണ് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം മിനിമം ആയിട്ട് 3000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പം കണ്ടിന്യൂ ടു പേ കൊടുക്കുക. അതിനകത്ത് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. പണ്ട് മൊബിവിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ വഴി എങ്ങനെയാണ് ഗൂഗിൾ പേ വഴി ഇടുന്നതെന്ന് നോക്കാം. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫോൺ നമ്പർ അവിടെ മെൻഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഇവർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളാണ് ഇട്ടുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ദേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവർ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ അക്കൗണ്ട് നമ്പറിലോട്ട് നമ്മൾ ഗൂഗിൾ പേ വഴി ഡയറക്റ്റ് പേ ചെയ്താൽ മതിയാവും. ഇതേ മേളിൽ പറഞ്ഞിട്ടുണ്ട് UPI ആപ്സ് ആയിട്ടുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും പറ്റും, പക്ഷേ ഫോൺ പേ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേയിൽ പേ ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. ഈ അക്കൗണ്ട് നമ്പറും IFSC കോഡും അവരുടെ അക്കൗണ്ടിൻ്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം. അതുപോലെ തന്നെ നമ്മുടെ നമ്പർ ഫോൺ നമ്പരും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് കോപ്പി ചെയ്തിട്ട് ഒരു ന്യൂ പേയ്മെൻ്റ് ആയിട്ട് ഗൂഗിൾ പേ വഴി പേ ചെയ്താൽ മാത്രം മതി. ഞാൻ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാവേ. അപ്പോൾ എൻ്റെ ഫോണിൽ നമ്മൾ ഗൂഗിൾ പേ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന അനിയത്തിൻ്റെ ഫോണിൽ നിന്നാണ്. കാരണം ഗൂഗിൾ പേയിൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ന്യൂ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ബാങ്ക് ട്രാൻസ്ഫർ നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ തന്നെ റീ എൻറ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. IFSC കോഡ്, റെസിപ്പിയൻ നെയിം, ഇവിടെയാണ് നമ്മൾ ബാങ്കിൻ്റെ പേര് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കോപ്പി ചെയ്തിടാം. അപ്പോൾ നമ്മൾ CoinDCXൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഇതുപോലെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്യാം, അത് ലോഡായി വരട്ടെ. അപ്പോൾ നമുക്കിവിടെ എത്ര രൂപ അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആപ്പിൽ നമ്മൾ കൊടുത്തത് 3000 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ 3000 തന്നെ കൊടുക്കണം. ഇനി നമുക്ക് 300 അല്ല 3000 ആണ്. ഇനി നോട്ടിൻ്റെ സ്ഥാനത്ത് അവിടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫോൺ നമ്പർ, നമ്മൾ CoinDCXൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഫോൺ നമ്പർ തന്നെ ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫോൺ നമ്പറും കൂടി ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കാം. അത് ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഫോൺ നമ്പർ പബ്ലിസിറ്റി ആവുന്നത് ഇച്ചിരി റിസ്ക്കുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് അതൊന്ന് കൊടുത്തിട്ട് ഈ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ട് കാണിച്ചു തരാവേ. അങ്ങനെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ ബ്ലേഡ് ആക്കി എൻ്റെ സേഫ്റ്റിക്കായിട്ടാണ്. ഈ കാണുന്ന സാധനമാണ് UPI ട്രാൻസാക്ഷൻ ID. ഈ 12 അക്ക നമ്പർ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ 12 അക്ക നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്തിട്ട് CoinDCXൽ അതായത് ഈ സ്ഥലത്ത് ട്രാൻസാക്ഷൻ ID അയച്ചു കൊടുക്കാനുള്ള ഈ സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കണം. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ വരും, സ്റ്റാറ്റസ് പെൻഡിങ് എന്ന് പറഞ്ഞു വരും. അവർ വെരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെരിഫൈഡ് ആയിട്ട് പൈസ അതിനകത്ത് വരും. ഇതാ ഇവിടെ ഡെപ്പോസിറ്റിൻ്റെ സ്ഥലത്തിലും പെൻഡിങ് ആണ് കാണിക്കുന്നത്. അത് നമുക്ക് ഇപ്പോൾ 4:10 നമുക്കൊന്ന് നോക്കാവേ. ഇതാ ഞാൻ ഈ ഫേസ്ബുക്കിൽ കയറി കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു 5 മണിയായപ്പോഴത്തേക്കും നമുക്കിങ്ങനെ മെയിൽ വന്നിട്ടുണ്ട്, സംഭവം സെറ്റായെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് CoinDCX ആപ്പിൽ കയറി നോക്കാം. ആപ്പ് എവിടെയും തപ്പിയിട്ട് കണ്ടില്ല, അതേ ആപ്പ് ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് നോക്കാം. കയറി നോക്കിയപ്പോഴത്തേക്കും ലോഡായി വരാൻ ഇച്ചിരി സമയം എടുക്കും. പക്ഷേ അത് സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോട്ടിഫിക്കേഷനിൽ എന്താ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഓർത്ത് പൈസ ഇട്ടയാണ്, പക്ഷേ അല്ല, ഷിബ് കയറിയിട്ടുള്ള വന്നേക്കുന്നത്. നമുക്ക് അക്കൗണ്ടിൽ കയറി നോക്കാം. അക്കൗണ്ടിൽ ഇതേ 3000 രൂപ വന്നിട്ടുണ്ട്. സമാധാനമായി. നമുക്ക് ഡെപ്പോസിറ്റിൽ കംപ്ലീറ്റ് ആണെന്ന് കാണിക്കുന്നത്. സാധനം എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്കൊരു കുറച്ച് ബിറ്റ് കോയിൻ വാങ്ങാൻ പോണ പോലെ നോക്കാം. ബൈ കൊടുക്കുമ്പോഴേക്കും അവിടെ ബാലൻസ് 3000 കിടപ്പുണ്ട്. സമാധാനമായി വർമ്മ സാറേ, സമാധാനമായി. അപ്പോൾ നമുക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇൻവൈറ്റ് ആൻഡ് ഏൺ എന്നുള്ളത് ഈ കാണിച്ചിട്ടുണ്ട്, റെഫറലിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ റെഫർ ചെയ്താൽ എനിക്ക് 300 രൂപയ്ക്ക് ഷിപ്പ് കിട്ടും. എന്നാൽ എനിക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കും കിട്ടും. എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം റെഫർ ചെയ്യുന്ന ആൾക്ക് 300 രൂപയുടെ ഷിപ്പും കിട്ടും, നിങ്ങൾക്ക് 100 രൂപയുടെ ഷിപ്പും കിട്ടും. ഇനിമേൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് ഗൂഗിൾ പേ വഴി തന്നെ ക്രിപ്റ്റോയിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അറിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാകാനും മറക്കരുത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആയിട്ടുള്ള CoinDCXന്റെ റെഫർ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും ഒക്കെ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ ഗൈസ്.